ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്നൊരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അട്ടപ്പാടിയിൽ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും മഴയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് പോവുക, വരിക, സേഫ്റ്റി ആയിട്ട് ഇരിക്കുക ഗൈസ്. അപ്പോൾ ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കണം അവിടെ. അപ്പോൾ ഇന്ന് മോർണിംഗ് കടച്ചക്ക ആണ് കറി വയ്ക്കാൻ പോകണം. അപ്പോൾ അതെങ്ങനെ വയ്ക്കാൻ നോക്കാം. ബ്രെഡിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണിന്ന് വയ്ക്കാൻ പോണേ. അപ്പോൾ ഒരു 2 കടച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ മാറ്റി വയ്ക്കാൻ കേട്ടോ, ഒരെണ്ണം വയ്ക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊലി ഭാഗം ചെത്തി മാറ്റിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കുക്കറിൽ ഞാൻ വേവിച്ചെടുക്കണില്ല കേട്ടോ, ഇത് മൺപാത്രത്തിൽ തന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ കറി. അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിത് വീട്ടിൽ തന്നെ അരച്ച മസാലയാണ് കേട്ടോ. അത് 3 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. കാശ്മീർ മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, പിന്നെ കുറച്ച് ചെറുള്ളി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട് കറിയിൽ. പിന്നെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. മൺപാത്രം വെച്ച് ചൂടായതും വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പച്ചമുളക് 2 കീറിയത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഒരു 2-3 മിനിറ്റ് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ബ്രെഡ് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ കറിയൊക്കെ വെച്ച് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ തന്നെ ഈ കറി വയ്ക്കുകയാണെങ്കിൽ ലഞ്ചിനും എടുക്കാൻ പറ്റും, പിന്നെ ബ്രെഡിനും കൂട്ടാം. പിന്നെ രാവിലെ ദോശയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിനും പറ്റും. ചട്നിയും കൂടെ അരയ്ക്കുമ്പോൾ തേങ്ങ ചട്നിയും കൂടെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മോൾക്ക് ഈ കറിയും ബ്രെഡും മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തു ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ പരുവത്തിലാവുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇരിക്കണേ. നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നു വിടാമെന്ന് വിചാരിച്ച് നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതും നമ്മൾ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം പാകത്തിന്. ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇത് വേവ് അധികം ഇല്ല, ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. അത് മൂത്ത കടച്ചക്ക കാരണം പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 5-6 കശുവണ്ടി പരിപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് മയത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്, തേങ്ങ അരച്ചത്. എന്നിട്ട് ഒരു തിള വന്നത് നമ്മൾ ഇറക്കി വയ്ക്കാം കേട്ടോ. ഇതിന് താളിപ്പൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഈ ബ്രെഡും പിന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കായാലും എല്ലാത്തിനും ഇത് പറ്റും. പിന്നെ പൂരിക്കും കൂടെ ഇത് കൂട്ടി കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കറി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. മൺപാത്രം ചൂടല്ല, അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു തിള വന്നത് മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് മഴ നല്ലോണം പെയ്യുന്നുണ്ട്. ഇപ്പോൾ തുണികളൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്കാനിടണം ഗൈസ്. മേളിൽ കൊണ്ടുപോയിട്ട് ഇടും ഞാൻ.
ടെറസിൽ കൊണ്ടുപോയിട്ട് അവിടെ ഷെഡിലിട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഉണങ്ങിക്കോളും. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കാറ്റും മഴയും എല്ലാം ഉണ്ട്, കണ്ടില്ലേ. ഇനി മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ. ഇനി കുളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കുള്ളൂ ഗൈസ്. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഒന്ന് തീർക്കുകയാണെങ്കിൽ ഇനി ഉച്ചത്തേക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ. ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി പിന്നെ മോൾക്ക് കഴിക്കാൻ എടുത്ത് കൊടുത്തിട്ട് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യം ഞങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറി ബ്രെഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഒന്ന് എടുത്തു കൊടുത്തിട്ട് വേണം പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കണം. ഞാൻ ആപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഗൈസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്